കൃഷ്, ഇത് ഇത് ഞാനാ, മുല്ല. ഒരു പെൺസ്വരം. ആ പേര് കേട്ടതും കൃഷ് ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയിരുന്നു. ഉള്ളിൽ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ. മുല്ല, നീ നീ ഇതെവിടെയാ? കൃഷിൻ്റെ സ്വരം ഇടറിയിരുന്നു. എന്നോട് എന്നോടൊന്നും ചോദിക്കരുത് കൃഷ്. കൃഷി എനിക്ക് മാപ്പ് തരണം. ഞാൻ കൃഷിനെ പറ്റിക്കുമായിരുന്നു. എനിക്ക് കൃഷിനോട് പ്രണയമൊന്നും ഇല്ലായിരുന്നു. എല്ലാം എൻ്റെ ബോയ് ഫ്രണ്ട് സുധിയുടെ പ്ലാനായിരുന്നു. അവൻ പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിച്ചു. നിന്നെ മനഃപൂർവ്വം ട്രാപ്പിലാക്കുക എന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വർക്കായിരുന്നു. പ്രതിഫലമായി നല്ല കാശും കിട്ടി. കൃഷ് പറഞ്ഞത് പ്രകാരം നിന്നെ നേരിൽ കാണാൻ വേണ്ടി വാലന്റൈൻസ് ഡേ അന്ന് വൈകുന്നേരം 4 മണിക്ക് മറീന ബീച്ചിലേക്ക് ചുവന്ന ഫ്രോക്കും ധരിച്ച് ഞാൻ കൃഷിനെ കാണാൻ വരികയായിരുന്നു. അന്ന് എൻ്റെ കൂടെ സുധിയുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ വണ്ടി ആക്സിഡൻറ്റിൽ പെടുന്നത്. അതിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും സാരമായ പരിക്കേറ്റു. കൃഷിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ കെണിയിൽ പെടാതെ രക്ഷപ്പെട്ടത്. ഈ ജോലി ഞങ്ങളെ ഏൽപ്പിച്ചത് ആരാണെന്ന് പറയാൻ തൽക്കാലം എനിക്ക് നിർവാഹമില്ല. ആ അപകടത്തിൽ അവന് കാൽ നഷ്ടപ്പെട്ടു. അവനെ വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. വൈകാതെ ഞങ്ങൾ വിവാഹം കഴിച്ചു. കൃഷിനെ അങ്ങനെ പറ്റിച്ചതോർത്ത് ഇന്നും ഞങ്ങൾ നെഞ്ചുരുക്കി കഴിയുകയായിരുന്നു. സത്യങ്ങളൊക്കെയും വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല. ഇനിയും കൃഷ് എനിക്ക് വേണ്ടി കാത്തിരുന്ന ജീവിതം കളയരുത്. എല്ലാം ഞങ്ങളുടെ നാടകമായിരുന്നു. ഞങ്ങളോട് പൊറുക്കണം. അത്രയും പറഞ്ഞ് കോൾ കട്ടായതും കൃഷ് ബെഡിലേക്ക് തളർന്നു വീണു പോയിരുന്നു. താൻ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന തോന്നൽ കൃഷിനെ കൂടുതൽ തളർത്തി. അവളിപ്പോൾ പറഞ്ഞ സ്ഥലവും ഡേറ്റും ഡ്രസ്സിൻ്റെ കളറും ഒക്കെ കറക്റ്റാണ്. ഇത് അവൾ തന്നെയാണ്. തന്നെ ഏതോ ഒരു പെണ്ണും കാമുകനും കൂടി കോമാളിയാക്കിയേക്കുന്നു എന്ന തോന്നലിൽ അവൻ്റെ ഹൃദയത്തിൽ കുത്തിയിറക്കുന്ന വേദന തോന്നി. അന്നേരത്തെ ദേഷ്യത്തിൽ അവൻ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവുകയായിരുന്നു. ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, ഈ കൃഷ് ഇതെങ്ങോട്ടാ വീണ്ടും പോയത്? അവൻ്റെ പോക്ക് കണ്ട് നന്ദു ചിന്തിച്ചു. ഇതേ സമയം കൃഷിൻ്റെ മനസ്സിൽ നിന്നും മുല്ലയെ എന്നേക്കുമായി കുടിയിറക്കി അവിടെ നന്ദുവിനെ മാത്രം പ്രതിഷ്ഠിക്കാൻ ഇത് കൂടിയേ തീരൂ എന്ന് കരുതിയാണ് ദിവനും ആഡിസും തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഒരു ഫേക്ക് കോൾ ചെയ്തത്. രാത്രി 10 മണിയായിട്ടും കൃഷിനെ കാണാഞ്ഞപ്പോൾ നന്ദുവിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചിന്തകൾ കടന്നുപോയി. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. ആഡിസിനെയും ദിവനെയും വിളിച്ചു അവൾ കാര്യം പറഞ്ഞു. തങ്ങൾ നേരത്തെ ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണിതെന്ന് ഇരുവർക്ക് അറിയായിരുന്നു. ആഡിസിനോട് സംസാരിക്കുന്നതിനിടയിലാണ് കോളിംഗ് ബെൽ കേൾക്കുന്നത്. കോൾ കട്ട് ചെയ്യാതെ നന്ദു ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന കൃഷിനെ കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. ആഡിസിനോട് കൃഷ് എത്തിയെന്നും പറഞ്ഞ് നന്ദു കോൾ കട്ട് ചെയ്തു. കൃഷിന് മൊത്തത്തിലൊന്ന് നോക്കിയപ്പോൾ അവൾക്ക് എന്തോ ഒരു വശപ്പിശക് തോന്നി. ഇത്രയും നേരം നീ ഇതെവിടെയായിരുന്നു കൃഷ്? നീ എന്താ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാഞ്ഞത്? നന്ദു ഇത്തിരി കനപ്പിച്ച് ചോദിച്ചു. ഞാൻ എവിടെ പോയാലും നിനക്കെന്താ? ഇതൊന്നും തിരക്കാൻ നീ എൻ്റെ ഭാര്യമൊന്നല്ലല്ലോ. അതും പറഞ്ഞു അകത്തേക്ക് കയറുന്ന കൃഷിനെ നന്ദു ഒന്ന് നോക്കിപ്പോയി. സംസാരിക്കുമ്പോൾ അവൻ്റെ നാക്ക് കുഴയുന്നതും നിലത്ത് കാലുറക്കാത്ത അവൻ്റെ നടത്തവും അവൾ ശ്രദ്ധിച്ചു. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ കുടിച്ചിട്ടുണ്ടോ കൃഷ്? ഉണ്ടെങ്കിൽ നിനക്കെന്താ? എനിക്കെന്താ? എനിക്കൊന്നുമില്ല. നിന്നെ കാണാഞ്ഞപ്പോൾ ഞാൻ ചെറുതായി പേടിച്ചു പോയി, അത്രയേ ഉള്ളൂ. അല്ല, ഇങ്ങനെ കുടിക്കാൻ മാത്രം ഇപ്പം എന്താ ഉണ്ടായേ? നന്ദുവിന് ചോദിക്കാതിരിക്കാനായില്ല. അത് നീ അറിയണ്ട. അതും പറഞ്ഞ് അവൻ്റെ മുറിയാണെന്നും കരുതി നേരെ ചെന്നത് അവളുടെ മുറിയിലേക്കും. ഈ കൃഷ് നിൽക്ക്, അതെൻ്റെ മുറിയാ. നന്ദു പിന്നാലെ ചെന്നെങ്കിലും അപ്പോഴേക്കും അവൻ മുറിയിലെത്തി ബെഡിലേക്ക് കമിഴ്ന്നു വീണിരുന്നു. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. കൃഷ് നന്ദു അവനെ തട്ടി വിളിച്ചു. എന്താ നന്ദ? അവൻ തിരിഞ്ഞു കിടന്നുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു. ഓ, എൻ്റെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലേ? നിന്നെ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ നന്ദ? എനിക്കിപ്പോൾ നീയല്ലേ ഉള്ളൂ. എന്നെ അവളും അവനും കൂടി ഒരു കോമാളിയാക്കിയില്ലേ നന്ദ? കൃഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വന്നതും അവൻ്റെ മനസ്സ് അത്രത്തോളം വേദനിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. കൃഷ്, നീ എഴുന്നേറ്റേ. ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല കൃഷ്. ഡ്രസ്സും ഷൂസും ഒന്നും മാറാതെയുള്ള അവൻ്റെ കിടത്തം കണ്ടതും നന്ദു പറഞ്ഞു. ശേഷം അവനെ താങ്ങി പിടിച്ച് വാഷ്റൂമിലേക്ക് നടന്നു. അവനെ ബാലൻസ് ചെയ്ത് പിടിക്കാൻ അവൾ ശരിക്കും ബുദ്ധിമുട്ടിയിരുന്നു. അവനെ വാഷ്റൂമിൽ എത്തിയപ്പോൾ അവന് ബാലൻസ് പോലും കിട്ടുന്നില്ല. വാഷ്റൂമിലെത്തിയ അവൻ കണ്ണും പൂട്ടി ചുവരിലേക്ക് ചാരി നിന്നിട്ടുണ്ട്. അന്നേരം അവൾ കൂടുതലൊന്നും ചിന്തിക്കാതെ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചെടുക്കാൻ തുടങ്ങി. അവൾക്ക് നേരിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ അവനെ തനിച്ചാക്കാൻ അവൾക്ക് തോന്നിയില്ല. ഷർട്ട് ഊരി മാറ്റി അവനെ ഷവറിനടിയിൽ നിർത്തി. തലയിലേക്ക് വെള്ളം വീണ് തുടങ്ങിയതും അവൻ കണ്ണു തുറന്നു. അവൻ്റെ തലയിൽ നിന്നും മുഖത്തുകൂടി ദേഹം മുഴുവൻ നനച്ചുകൊണ്ട് വെള്ളത്തുള്ളികൾ താഴേക്ക് ഒലിച്ചിറങ്ങി. ആ നിമിഷം അവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു.
ആ നിമിഷം അവൻ അവളെ ഇറുകെ പുണർന്നു. കൃഷിൻ്റെ ആ പ്രവൃത്തിയിൽ നന്ദു ആകെ തറഞ്ഞു പോയിരുന്നു. ഒരു വേള അവൾ ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയിരുന്നു. അവനെ പിടിച്ചു മാറ്റാൻ തൻ്റെ ബുദ്ധി പറയുന്നുണ്ടെങ്കിലും ഹൃദയം അതിനനുവദിക്കുന്നുണ്ടായിരുന്നില്ല. നന്ദ, നീ എന്നെ വിട്ടുപോകുമോ നന്ദ? എല്ലാവരും കൂടി എന്നെ കോമാളിയാക്കിയതാ. ഞാനൊരു മണ്ടൻ. ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുതെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടും ഞാൻ എന്തേ അത് മറന്നുപോയി. കാലം വീണ്ടും എനിക്ക് തെളിയിച്ചു തന്നിരിക്കുന്നു, കൃഷ് ഒരു പരാജയമാണ്. പിന്നെയും പിന്നെയും ഞാൻ തോൽക്കുകയാണല്ലോ നന്ദ. എൻ്റെ അധീൻ എന്നെ തോൽപ്പിച്ചു. അലോക്, അവനും എന്നെ തോൽപ്പിച്ചു. ഇപ്പം എൻ്റെ മുല്ലയും. ഞാനെല്ലാവരെയും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നിട്ടും അല്ലേലും എനിക്കിത് തന്നെ വേണം. ഒരു ഫോൺ കോളിന് പിന്നാലെ പോയ മണ്ടൻ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നന്ദ. എനിക്ക് എൻ്റെ സങ്കടം പറയാൻ ആരുമില്ല. കൃഷ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കരയുവാണെന്ന് നന്ദുവിന് മനസ്സിലായി. അവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നന്ദക്കൊന്നും മനസ്സിലായില്ല. അലോക്, അധീന, ഇവരൊക്കെ കൃഷിൻ്റെ ആരാ? നന്ദു അവനെ എങ്ങനെയൊക്കെയോ തന്നിൽ നിന്ന് അടർത്തി മാറ്റി ടവലെടുത്ത് അവൻ്റെ തല തുടച്ചു കൊടുത്തു. അവനോട് ഡ്രസ്സ് മാറാൻ പറഞ്ഞു. അവൾ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി നടന്നു. അവൾ മുഴുവൻ നനഞ്ഞിരുന്നതിനാൽ വാർഡ്രോബിൽ നിന്നും മറ്റൊരു ഡ്രസ്സും എടുത്ത് ഹാളിലെ വാഷ്റൂമിൽ ചെന്നു. നന്ദു ഡ്രസ്സ് മാറി തിരിച്ചു വരുമ്പോൾ കൃഷ് ടവലും ചുറ്റി അവളുടെ ബെഡിൽ കമിഴ്ന്ന് കിടപ്പുണ്ട്. കാല് രണ്ടും താഴെയാണുള്ളത്. അവൻ്റെ കിടത്തം കണ്ട് നന്ദു താടിക്ക് കൈ കൊടുത്തു പോയി. എൻ്റെ ദൈവമേ, കള്ളു കുടിച്ചാൽ ഇതിന് മാത്രം ബോധമൊക്കെയും പോവോ? ഇവന് കള്ള് തന്നെയാണ് കുടിച്ചത്, അത് കഞ്ചാവ് അടിച്ചാണോ? കഞ്ചാവ് അടിച്ചാൽ പിന്നെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പാടാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട, ഇവനിവിടെ കിടന്നോട്ടെ, താൻ ഇവൻ്റെ മുറിയിൽ ചെന്ന് കിടന്നേക്കാന്ന് പറഞ്ഞ് നന്ദു അവനെ നേരെ കിടത്തി പുതുപ്പിച്ചു. കൃഷിൻ്റെ മുറിയിൽ ചെന്ന് ഡോറും അടച്ച് സ്വഗായി കിടന്നുറങ്ങി. രാവിലെ 7 മണി ആയപ്പോഴേക്കും നന്ദു എഴുന്നേറ്റു. ഫുഡൊക്കെ ഉണ്ടാക്കി തൻ്റെ മുറിയിൽ ഡ്രസ്സ് എടുക്കാനായി ചെന്നപ്പോഴും കൃഷ് നല്ല ഉറക്കാണ്. അവൻ്റെ ഒരു മുല്ലയും ചെമ്പരത്തിയും അവൾ തേച്ചതാണെന്നേ അവൻ ഇന്നലെ അവളെപ്പറ്റി എന്നോട് സൂചിപ്പിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായതാ. എന്നിട്ട് ആ തേപ്പ് പെട്ടിക്ക് വേണ്ടി കുടിച്ചു വന്നിരിക്കുന്നു. ഞാനായിരുന്നേ കേക്ക് മുറിച്ച് ആഘോഷിച്ചേനെ. നന്ദു പിറുപിറുത്തു. അവനെ വിളിച്ചുണർത്താനോ ബുദ്ധിമുട്ടിക്കാനോ നിൽക്കാതെ നന്ദു ഡ്രസ്സും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. കൃഷിൻ്റെ മുറിയും വാഷ്റൂമും യൂസ് ചെയ്ത് കുളിച്ച് റെഡിയായി ഭക്ഷണവും കഴിച്ച് കൃഷിയുള്ള ഫുഡും എടുത്തു വെച്ച് ഡോർ പുറത്തുനിന്ന് പൂട്ടി കീ താഴെ ഏൽപ്പിച്ചു. അവരുടെ മുന്നിൽ ഇപ്പോഴും അവൾ പൊട്ടിയാണ്. താൻ പൊട്ടിയല്ലെന്ന് അവരോട് തുറന്ന് പറയാനിരുന്നതാ. കൃഷാണെന്ന് മുടക്കം പറഞ്ഞത്. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവൾ തൊട്ടരികിലെ ജംഗ്ഷനിലേക്ക് നടന്നു. അവിടുന്ന് ബസ്സിലായിരുന്നു അവളുടെ കോളേജ് യാത്ര. പതിവില്ലാതെ നന്ദു ബസ്സിൽ വരുന്നത് കണ്ട് ദിവനും മാഡിസും കാര്യം തിരക്കി. ഇന്നലത്തെ കുറച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയും വിഴുങ്ങി ബാക്കി അവൾ ഉള്ളതുപോലെ പറഞ്ഞു. കൃഷിനെ കുറിച്ച് തനുവിൻ്റെ ചേച്ചിയോട് ചിലതൊക്കെ ചോദിച്ചറിഞ്ഞു. പക്ഷേ മുഴുവനായും ഒന്നും അറിഞ്ഞില്ല. അതിലവളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് അലോ കൃഷ് സൗഹൃദമായിരുന്നു. കോളേജിലെ മെയിൻ വില്ലന്മാർ രണ്ടുപേരും ഒരു കാലത്ത് കോളേജ് ഹീറോസ് ആയിരുന്നു എന്നുള്ള വിവരം കിട്ടിയപ്പോൾ പകച്ചുപോയി അവളുടെ ബാല്യം. വല്ലാത്ത ജാതി ട്വിസ്റ്റാണല്ലേ ഇത്, നന്ദു മനസ്സിൽ പറഞ്ഞു. അദീനയെ പറ്റി ചോദിക്കാനൊരുങ്ങിയപ്പോൾ വിരാജ് അവരുടെ ഇടയിലേക്ക് കയറി വന്നു. പിന്നെ അവൾ എന്തൊക്കെയോ കള്ളം പറഞ്ഞു ഒരുവിധം ഒഴിഞ്ഞു മാറി. വൈകുന്നേരം വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ കാതറിൻ വീടിൻ്റെ മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും കൃഷ് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. കണ്ണും കൈയും കൊണ്ട് എന്തൊക്കെയോ കാണിച്ച് അവരുടെ കയ്യിൽ നിന്നും കീ വാങ്ങിച്ചു ഡോർ തുറന്ന് അകത്ത് കയറി. നന്ദു നേരെ ചെന്നത് തൻ്റെ മുറിയിലേക്കാണ്. അവിടെ കൃഷ് ഇല്ലായിരുന്നു. ബാഗും മുറിയിൽ വെച്ച് അവൾ കൃഷിൻ്റെ മുറിയിലേക്ക് നടന്നു. ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നെങ്കിലും ലോക്കല്ലായിരുന്നു. കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുവാണ്. രാത്രി ഉടുത്ത ടവൽ മാറ്റി ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും ധരിച്ചിട്ടുണ്ട്. കൃഷ്, കൃഷ്. അവൾ വിളിച്ചിട്ടും അവനിൽ നിന്നും പ്രതികരണമൊന്നുമില്ല എന്നറിഞ്ഞതും അവൾ അവനെ തട്ടി വിളിച്ചു. കൃഷ്. ഒരുതരം ഞരക്കത്തോടെ കൃഷ് തിരിഞ്ഞു കിടന്ന് പകുതി കണ്ണ് തുറന്ന് നന്ദുവിലേക്ക് നോട്ടം പായിച്ചു. അവൻ്റെ മുഖത്തെ ക്ഷീണവും തളർച്ചയും കണ്ടതും നന്ദു അവൻ്റെ നെറ്റിയിലൊന്ന് തൊട്ടു നോക്കി. നല്ല ചൂടുണ്ടായിരുന്നു. അടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു തുടങ്ങി. കൃഷ്, നല്ല പനിയുണ്ടല്ലോ, നീ ഒന്നും കഴിച്ചില്ലേ? ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടാണല്ലോ പോയത്, നന്ദു തൻ്റെ കൈകൾ പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കണ്ടിരുന്നു, എനിക്ക് വേണ്ടെന്ന് തോന്നി, അതാ കഴിക്കാഞ്ഞത്. നിനക്ക് നല്ല പനിയുണ്ടല്ലേ കൃഷ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? അതൊന്നും വേണ്ട, അത് കുറഞ്ഞോളൂ. നന്ദ, നീ എനിക്കൊരു ബ്ലാക്ക് കോഫി ഇട്ട് തരുമോ? നല്ല തലവേദനയുണ്ട്, അതാ. ഞാനിപ്പോൾ കൊണ്ടുവരാം കൃഷ്. നന്ദു അതും പറഞ്ഞ് കിച്ചണിലേക്ക് നടന്നപ്പോൾ കൃഷ് വീണ്ടും കണ്ണടച്ചു കിടന്നു. കുറച്ച് കഴിഞ്ഞതും നന്ദു കോഫിയുമായി വന്നു. അവനെ ബെഡിൽ എഴുന്നേൽപ്പിച്ചിരുത്തി കോഫി കൊടുത്തു. കൃഷ് കോഫി കുടിക്കാൻ നേരം നന്ദു മുറി മുഴുവൻ കണ്ണോടിച്ചു. മുറി ആകെ അലങ്കോലായി കിടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ തന്നെ അക്കാര്യം അവൾ ശ്രദ്ധിച്ചിരുന്നു. ഡോർ ഹാങ്ങറിൽ അവൻ്റെ 2-3 ഷർട്ടും പാൻറ്റും തൂക്കിയിട്ടിട്ടുണ്ട്.
അത് കണ്ടപ്പോൾ തന്നെ അലക്കാനുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലായി. മുറിയിലെ ഓപ്പൺ ഷെൽഫ് സ്റ്റഡി ടേബിളിന് മേലെ നിറയെ ബുക്സ് നിരത്തിയിട്ടുണ്ട്. ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കട്ടിലിൻ്റെ സൈഡിൽ നനഞ്ഞ ടവൽ ഇട്ടിട്ടുണ്ട്. ഇവൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചൂടായിരുന്നോ? എന്നും ഡോറും അടച്ചേക്ക് മുറിയിൽ കുത്തിയിരുന്നിട്ട് ഇവൻ എന്ത് ചെയ്തതാ? അടയിരുന്നതാണോ? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് എല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ തുടങ്ങി. ഹാങ്ങറിൽ നിന്നും അലക്കാനുള്ള തുണിയൊക്കെ എടുത്ത് ലോണ്ടറി ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. കട്ടിലിൻ്റെ സൈഡിൽ നിന്നും നനഞ്ഞ ടവലെടുത്ത് ബാൽക്കണിയിലെ ഡ്രൈൻ റാക്കിൽ വിരിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഉണങ്ങിയ അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വാർഡ്രോബിൽ വെച്ചു. അല്ല, ഞാനെന്താ ഇവൻ്റെ ഭാര്യയോ? എൻ്റെ വീട്ടിൽ എൻ്റെ ഡ്രസ്സ് പോലും അമ്മയാണ് മടക്കി വെക്കാറ്. ഇനിയിപ്പോൾ ഇവനിതൊരു ശീലാക്കോ? പിന്നെ എൻ്റെ പട്ടി ചെയ്യും. നന്ദു അതിനിടയിൽ ആത്മകഥം പറയുന്നുണ്ട്. ശേഷം ടേബിളിലെ ബുക്കൊക്കെയും അടുക്കി ഷെൽഫിൽ വെച്ചു. ലാപ്ടോപ്പ് ചാർജിൽ നിന്ന് ഊരി അതിൻ്റെ ബാഗിൽ വെച്ചു. മറ്റൊരു ഷെൽഫിൽ വെച്ചു. ആ ടേബിളിന് മേലെ ഒന്ന് കൈവച്ച് ഉരസി തൻ്റെ കയ്യിലേക്ക് നോക്കി. കയ്യിൽ പറ്റിപ്പിടിച്ച പൊടി കണ്ട് കൃഷ്ണ അവൾ കൂർപ്പിച്ച് നോക്കി. ശേഷം അവൻ്റെ ഒരു പഴയ ബനിയൻ എടുത്ത് ടേബിളിലെ പൊടിയൊക്കെയും തുടച്ചെടുത്തു. അവളുടെ പ്രവർത്തികളൊക്കെയും കൃഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓഹ്, ഒരു വൃത്തിക്കാരി വന്നിരിക്കുന്നു. ഇവളാര്? പച്ച വീട്ടിൽ പ്രശ്നേഷിയാണോ? ഇവൾ ഇത്രയ്ക്ക് OCD ആണെന്ന് അറിഞ്ഞില്ല. ഇതിപ്പോൾ ഇവളെ എൻ്റെ അമ്മയെക്കാളും കഷ്ടമാണല്ലോ. വയ്യാത്തപ്പോഴും കൃഷിൻ്റെ ആ ആത്മകഥം പറച്ചിലിന് ഒരു കുറവും ഇല്ലായിരുന്നു. കോഫി കുടിച്ചു കഴിഞ്ഞ കൃഷിനെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ബെഡ്ഷീറ്റ് മാറി വിരിച്ചു. നന്ദു അലക്കാനുള്ള തുണിയെടുത്ത് മുറിവിട്ടിറങ്ങി. അവളുടെ പ്രവൃത്തികൾ ഓരോന്നും അവനെ അത്ഭുതപ്പെടുത്തി. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും വൃത്തിയും. നന്നായി കുക്കിങ്ങും അറിയും. ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു ഐറ്റം റയറാണ്. ഇത് ഏത് മാനുഫാക്ചറിങ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെന്തോ. താൻ ആദ്യം കണ്ട സ്പന്ദനയിൽ നിന്നും അവൾക്ക് ഒരുപാട് മാറ്റം വന്നതുപോലെ കൃഷ് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. കൃഷിയുടെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇട്ട ശേഷം പ്രഷർ കുക്കറിൽ അരി കഴുകി വെച്ചു. നന്ദു കുളിക്കാൻ ചെന്നു. മണിക്കൂറുകൾക്ക് ശേഷം ചൂടുള്ള കഞ്ഞിയും കൊണ്ടാണ് നന്ദു കൃഷിൻ്റെ മുറിയിലേക്ക് ചെന്നത്. അപ്പോഴവൻ കിടക്കുമായിരുന്നു. പനി ഒട്ടും കുറവില്ലായിരുന്നു. അവനെ വിളിച്ചുണർത്തി നിർബന്ധിച്ച് കഞ്ഞി കോരിക്കൊടുക്കുമ്പോൾ നന്ദു കാണാതെ കൃഷിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തൂടെ അലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തലേ ദിവസം വെള്ളമടിച്ച് ഫിറ്റായി വന്നപ്പോൾ താൻ കാണിച്ചതൊക്കെയും അവൻ്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. എന്താ? ഐ എം സോറി. ഞാൻ ഇന്നലെ അറിയാതെ ചെയ്തു പോയതാ. ആ ടെൻഷനിൽ ഞാൻ സോറി നന്ദ. കൃഷ് വാക്കുകൾ പെറുക്കി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. അല്ല, അതിന് മാത്രം എന്ത് ടെൻഷനായിരുന്നു നിനക്കുണ്ടായത്? ഒന്നും അറിയാത്ത പോലെ നന്ദു ചോദിച്ചു. നന്ദുവിൻ്റെ ചോദ്യം കേട്ട് കൃഷ് ഇന്നലെ നടന്നതൊക്കെയും അവളോട് തുറന്നു പറഞ്ഞു. അന്നേരം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അവൾ ശ്രദ്ധിച്ചു. പെൺകുട്ടികൾ കരയുന്നത് അവൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ആണുങ്ങൾ കരയുന്നത് അവൾ ആദ്യമായിട്ട് കാണുക. അവൾക്കെന്തോ വല്ലായ്മ തോന്നി. കൃഷ്, അവളോട് പോവാൻ പറ. ഒരു മുല്ല, നിനക്ക് നല്ല കിള്ളി പോലത്തെ കൊച്ചിനെ കിട്ടില്ലേ? എന്തോരം സുന്ദരി പെൺകുട്ടികളാണ് നമ്മുടെ കോളേജിലുള്ളത്. അതിൽ പലർക്കും ഈ കൃഷിനോട് കൃഷിയുള്ള കാര്യം ഞാൻ അറിഞ്ഞു. നിന്നെ പേടിച്ച് ആരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. നിനക്ക് അവർക്കൊക്കെ ഒരു അവസരം കൊടുത്തൂടെ കൃഷ്? അല്ലെങ്കിൽ വേണ്ട, എൻ്റെ കൂട്ടുകാരി താനുമില്ലേ, അവൾക്ക് നിന്നെ വലിയ കാര്യമാണ്. നീ അവളെ പ്രേമിക്ക്. ഞാൻ വേണേൽ അവളോട് ഇക്കാര്യം സൂചിപ്പിക്കാം. നല്ല കൊച്ചാ. എന്താ? കൃഷിനെ കഞ്ഞി കോരി കൊടുക്കുന്നതിനിടയിൽ നന്ദു ഓരോന്ന് പറയുന്നുണ്ട്. എന്നാ നിന്നെ അങ്ങ് പ്രേമിച്ചാലോ? അതാവുമ്പോൾ നീ ഇതുപോലെ എന്നും എന്നെ കെയർ ചെയ്യല്ലോ. എന്നെ കാണുമ്പോൾ നിനക്ക് ആ മഞ്ഞ് വീഴുന്ന ഫീലിംഗ് ഉണ്ടോയെന്ന് നോക്കിക്കേ. അവളുടെ കയ്യിൽ നിന്നും കഞ്ഞി വാങ്ങി കുടിച്ചുകൊണ്ട് കൃഷ് കളിയായി പറഞ്ഞു. അവൻ്റെ പറച്ചിൽ കേട്ട് നന്ദുവിൻ്റെ കണ്ണുകൾ വിഴിഞ്ഞു വന്നു. ഓഹ്, തേഞ്ഞു കിടക്കുമ്പോഴും അവൻ്റെ ഡയലോഗ് പറച്ചിലിന് ഒരു കുറവില്ല. വയ്യാതെ കിടക്കുമല്ലേ, ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോൾ അതെ, എനിക്കിത്തിരി മനുഷ്യത്വം കൂടിപ്പോയി. എന്ത് ചെയ്യാം? പെട്ടെന്ന് കഞ്ഞി കുടിച്ചേ ഈ ടാബ്ലറ്റും കഴിച്ച് മിണ്ടാതെ കിടന്നു. നാളെയല്ലേ നിൻ്റെ മാഗസിൻ്റെ പ്രകാശന ചടങ്ങ്? ആഡിസ് ചേട്ടാ എന്നോട് പറഞ്ഞിരുന്നു. സ്റ്റുഡൻറ്റ് എഡിറ്റർ ഇല്ലാതെ പ്രകാശനം നടക്കില്ലല്ലോ. നന്ദു ഭാവി വ്യത്യാസമില്ലാതെ പറഞ്ഞു. ഓ, അക്കാര്യം ഞാൻ മറന്നു. എനിക്ക് നാളെ രാവിലെ കോളേജിൽ പോകണം. കഞ്ഞിക്കുടി കഴിഞ്ഞ് വാഷ്റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ കൃഷ് പറഞ്ഞു. സ്റ്റുഡൻറ്റ് എഡിറ്റർ കം സ്പോർട്സ് ക്യാപ്റ്റൻ. ഒരു പാർട്ടിയുടെയും പിൻബലമില്ലാതെ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് ജയിച്ചു. ഗ്രേറ്റ്, അതെനിക്കിഷ്ടമായി. 3 വർഷത്തോളം പാർട്ടിയിൽ പ്രവർത്തിച്ച കൃഷ് എന്താ പിന്നീട് പാർട്ടി വിട്ടത്? 2 വർഷം മുൻപ് വരെ മുദ്രാവാക്യങ്ങൾ കൊണ്ട് ആ ക്യാമ്പസിനെ വിറപ്പിച്ച് കയ്യടികൾ വാങ്ങിക്കൂട്ടിയ കൃഷ് പിന്നെ എങ്ങനെ അടിയും പിടിയും ഉഴപ്പൊക്കെയായി നടക്കാൻ തുടങ്ങി. നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന കൃഷിന് ഡിഗ്രി ഫൈനൽ എക്സാമിന് വെറും 65% മാർക്ക്. എന്തിനോ വേണ്ടി സ്പോർട്സ് കോട്ടയിൽ PGക്ക് ഇതേ കോളേജിൽ ജോയിൻ ചെയ്തു. ആ പഴയ കൃഷ്ണന് എന്ത് പറ്റിയാവോ? അവന് ടാബ്ലറ്റും വെള്ളവും കൊടുക്കുന്നതിനിടയിൽ നന്ദു പറഞ്ഞുകൊണ്ടിരുന്നു.
ഓ, ഇത്രയും അറിയാൻ മാഡം ഒരുപാട് ബുദ്ധിമുട്ടി കാണും അല്ലേ? ചെറുതായി. ബാക്കി അറിയാൻ ഒരാഗ്രഹമുണ്ട്. എങ്ങനെ അറിയും കൃഷ്? നന്ദു പതിയെ ചോദിച്ചു. ഇതിൻ്റെ ബാക്കി അടുത്ത ലക്കം വനിതയെ അച്ചടിച്ചു വരും, അപ്പം വായിച്ചോ. നിനക്ക് വേറെ ഒരു പണിയുമില്ലേ? കൃഷ് അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ഇല്ലെന്ന പോലെ ചുമൽ കുച്ചി. എന്നാൽ അവിടെ വായും പൊട്ടിയിരുന്നാൽ മതി. കൃഷ് കൃത്രിമ ദേഷ്യം കാട്ടി. ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്, സെക്കൻഡ് ഇയറിൽ ജനറൽ സെക്രട്ടറി, തേർഡ് ഇയറിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തം മുഴുവൻ തലയിലേറ്റി ചെയർമാൻ പോസ്റ്റിലേക്ക് മത്സരിച്ചു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വൻ പരാജയം നേരിട്ടു. ചരിത്രം തിരുത്തിക്കൊണ്ട് ചെയർമാൻ പോസ്റ്റ് അടക്കം മുൻനിര സീറ്റുകൾ സ്വന്തമാക്കി. എതിർ പാർട്ടിയായ SFK ഇലക്ഷൻ തൂത്തുവാരിയപ്പോൾ വർഷങ്ങളായി DSU ഭരിച്ച ഈ കോളേജ് SFKയുടെ കയ്യിലായി. അതോടെ കൃഷ് സ്വന്തം പാർട്ടിയിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങി. ഈ കോളേജിൻ്റെ ഹീറോ ആയിരുന്ന കൃഷ് മേനോൻ പിന്നീട് ഇവിടുത്തെ മെയിൻ വില്ലന്മാരിൽ ഒരാളായി. കൃഷ് പോയതോടെ DSU എന്ന പാർട്ടിയും തകർന്നടിഞ്ഞു. പിന്നീട് ഇതേ കോളേജിൽ PG ചേർന്നു. കോളേജിലെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ, ക്രിക്കറ്റിനെ പ്രണയിക്കുന്ന കൃഷിനെ തീരുമാനങ്ങൾ എടുക്കാൻ സ്പോർട്സ് സെക്രട്ടറി സ്ഥാനം അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഈ പോസ്റ്റിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു. അതിനൊക്കെ പുറമെ ഇന്ന് കീരിയും പാമ്പുമായി നടക്കുന്ന കൃഷും അലോകും ഒരു നാളിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. വെറും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ചാവാൻ വരെ തയ്യാറായിരുന്നു. പിന്നെ എങ്ങനെ നിങ്ങൾ ഇത്രയും വലിയ ശത്രുക്കളായി? നന്ദു അത്രയും പറഞ്ഞു നിർത്തി. ഓ, ഇന്ന് മൊത്തം എൻ്റെ ചരിത്രം തപ്പി നടന്നതാണല്ലേ? ആണെങ്കിൽ എന്നാ അത് വേണ്ട, ഇന്നത്തോടെ നിർത്തിക്കോണം. കൃഷിൻ്റെ സ്വരം കടുത്തു. പ്ലീസ് കൃഷ്, പറ, നിങ്ങൾക്കിടയിൽ എന്താ പറ്റിയേ? അറിയാനൊരു ത്വര, അത്രയുള്ളൂ. നന്ദ, ഇപ്പോൾ ത്വരക്കാൻ നിൽക്കാതെ പോയി നീ വല്ലതും പഠിക്കാൻ നോക്ക്. പറയില്ല എന്ന വാശിയാണല്ലേ? ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. നീ പോയ നന്ദ, ഞാൻ ഉറങ്ങട്ടെ. ഇന്ന് മുഴുവൻ ഇറങ്ങിയതല്ലേ, ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ടൊക്കെ വന്നൂടെ? എനിക്കൊരു ധൈര്യം ആവല്ലോ. സോറി നന്ദ, നീ ഇനി എൻ്റെ ഒരാഴ്ചത്തെ ഫുഡ് കട്ട് ചെയ്താലും എന്നെ കൊണ്ട് ഇന്നെങ്കിൽ ഒന്നിനു വയ്യ. ഞാൻ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? എടോ 7 മണി ആയതേ ഉള്ളൂ. ആയിക്കോട്ടെ, എനിക്ക് വയ്യെന്ന്. നീ ആ ലൈറ്റ് ഓഫ് ചെയ്യുന്നെന്താ എന്നും പറഞ്ഞ് കൃഷ് മൂടി പുതച്ച് കിടന്നു. കൃഷ്, വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വണ്ടി നീ ഓടിക്കുവോ? പുതപ്പിൻ്റെ ഉള്ളിൽ നിന്നും കൃഷ് ചോദിച്ചു. അതിന് എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ലല്ലോ. എന്നാ അവിടെ മിണ്ടാതെ നിന്നോ. കൃഷ്, ആരായി അദീന? നന്ദുവിൻ്റെ ചോദ്യം കേട്ട് കൃഷ് പുതപ്പ് മുഖത്ത് നിന്ന് മാറ്റി അവളെ ദഹിപ്പിച്ച് നോക്കി. കൃഷ്, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഈ അദീന ആരാന്ന്? എൻ്റെ അമ്മായിയുടെ മോള്. ഇനി നീ വാ തുറന്നാൽ ഞാൻ നിൻ്റെ അമ്മയ്ക്ക് വിളിച്ചിട്ട് പറയും, കഴിഞ്ഞ 1.5 മാസമായി ഞാനും നിങ്ങളുടെ മോളും ഒരുമിച്ച് താമസിക്കുമായിരുന്നു. എന്താ പറയണോ? കൃഷ് ആ പറഞ്ഞത് കേട്ടതും നന്ദു അവനെ നോക്കി പേടിപ്പിച്ചു. ലൈറ്റ് ഓഫ് ചെയ്ത് ഡോറും ചാരി അവിടെ നിന്ന് പോയി. നന്ദു മുറിയിൽ ചെന്ന് കുറച്ചു നേരം പഠിച്ചു. പിന്നീട് കിച്ചണിൽ ചെന്ന് മാഗി ഉണ്ടാക്കി കഴിച്ചു. ശേഷം കോമൺ ബാൽക്കണിയിൽ ചെന്നിരുന്നു. ശേഷം വീട്ടിലേക്ക് വിളിച്ച് അമ്മയോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ചു നേരം ഫോണൊക്കെ നോക്കി. 9 മണി ആയതും കാതറിൻ്റെ വയലിൻ വായന അവൾക്ക് മിസ് ചെയ്തു. അവർ നാട്ടിലേക്ക് പോവുകയാണെന്ന് വൈകുന്നേരം കണ്ടപ്പോൾ അവളോട് പറഞ്ഞിരുന്നു. 10 മണി വരെ ചുമ്മാ ഫോണിൽ കുത്തിയിരുന്നു. 10 മണി ആയതും ബാൽക്കണി ഡോറും അടച്ച് അവൾ തൻ്റെ മുറിയിലേക്ക് നടക്കാനൊരുങ്ങി. അതിനിടയിൽ കൃഷ്ണ ഒന്നുകൂടി നോക്കിയേക്കാന്ന് കരുതി അവൾ കൃഷിൻ്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ അവന് ചുട്ടുപൊള്ളുന്ന പനിയും കുളിരും വിറയലും ഉണ്ടായിരുന്നു. അവൾ അവനെ വിളിച്ചു നോക്കിയപ്പോൾ അവനിൽ നിന്നും ഞരക്കം ഉയർന്നു വന്നു. അവൻ്റെ പല്ലുകൾ തമ്മിൽ കൂട്ടിയുരസുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫാൻ ഓഫ് ചെയ്ത് തൻ്റെ ബ്ലാങ്കറ്റ് കൊണ്ടുവന്ന് അവനെ പുതപ്പിച്ചു. അവൻ്റെ വിറയൽ മാറുന്നില്ല. അവൾ അവൻ്റെ വാർഡ്രോബിൽ നിന്നും 2-3 ബെഡ്ഷീറ്റും എടുത്ത് പുതപ്പിച്ചു നോക്കി. എന്നിട്ടും കുറവില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നന്ദുവിന് ശരിക്കും പേടി തോന്നി. താനിപ്പോൾ ആരെ സഹായത്തിന് വിളിക്കും? താഴെയാണെങ്കിൽ അവരുമില്ല. ഈ രാത്രിയിൽ എന്തു ചെയ്യും? അവൾ കൃഷ്ണനെ വീണ്ടും വിളിച്ചു നോക്കി. അവൻ കണ്ണ് തുറക്കുന്നേയില്ല. നോർമൽ വാട്ടർ എടുത്ത് തുണിയിൽ മുക്കി നെറ്റിയിൽ വെച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഒരു കുറവില്ലായിരുന്നു. പിന്നെ എന്തോർമ്മ വന്ന പോലെ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. അവൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ പുതപ്പിനുള്ളിൽ കൂടി അവനെ ഇറുകെ പുണർന്ന് കിടന്നു. അന്നേരം ആ പാതി മയക്കത്തിലും കൃഷ് അവളെ ഒന്ന് നോക്കി. കുറച്ചു കഴിഞ്ഞതും അവൻ്റെ വിറയിലൊക്കെ കുറഞ്ഞെന്ന് തോന്നിയതും അവൾ അവനിൽ നിന്ന് അടർന്നു മാറാൻ നോക്കി. എഴുന്നേൽക്കുന്നതിന് മുൻപായി നന്ദു കൃഷിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവൾ അവൻ്റെ മുഖം സ്കാൻ ചെയ്യാൻ തുടങ്ങി. ഉറങ്ങുമ്പോഴുള്ള അവൻ്റെ മുഖത്തെ നിഷ്കളങ്കത അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അല്പം നീട്ടി വളർത്തിയ മുടി നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ട്. പാറിപ്പറക്കുന്ന ആ മുടിയാണ് അവനിലെ മെയിൻ അട്രാക്ഷൻ എന്ന് അവൾക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. അവൾ തൻ്റെ വിരലുകൾ കൊണ്ട് അവൻ്റെ മുടി ഒതുക്കി വെച്ചു. ട്രിം ചെയ്ത് ഒതുക്കി വെച്ച കുറ്റിത്താടിയും മീശയും. കണ്ണുകൾക്ക് പറയത്തക്ക പ്രത്യേകതയൊന്നുമില്ല. കുരുക്കളോ പാടുകളോ ഒന്നുമില്ലാത്ത മുഖം.
ഇളം പെങ്ക് നിറത്തിലുള്ള കുഞ്ഞു ചുണ്ടുകൾ, അതിൽ കൂടി വല്ലപ്പോഴും വിരിയുന്ന ആ ചിരി സൂപ്പറല്ലേ? അവൾ സ്വയം ചോദിച്ചു. തനി പറയുന്നത് ശരിയാണ്, വിരാജിനേക്കാളും സുന്ദരൻ കൃഷ് തന്നെയാണ്. അയ്യോ, ഞാൻ എന്തൊക്കെയായി ചിന്തിക്കുന്നത്. മോശം മോശം. നന്ദു, വായി നോട്ട് അവസാനിപ്പിച്ച് ഡീസൻ്റ് ആവ്. അവളുടെ ഹൃദയം അവളെ ശാസിച്ചു. അപ്പോഴാണ് കൃഷ് ഉറക്കത്തിൽ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊടുത്തി കിടക്കുന്നത്. ഒരു വേള അവളുടെ കണ്ണുകൾ വീഴ്ന്നു വന്നു. അവളുടെ ഹൃദയതാളം ഉയർന്നു. അവൻ്റെ ചുടുനിശ്വാസം കഴുത്തിൽ പതിയുമ്പോൾ അവളുടെ ഉടലാകെ ചൂട് പടരുന്നത് പോലെ തോന്നി. എന്ത് ചെയ്യണം എന്നറിയാതെ ശ്വാസം അടക്കി പിടിച്ചു. അങ്ങനെ കിടന്നപ്പോൾ അവളും ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. തലേ ദിവസം മുഴുവൻ ഉറങ്ങിയത് കൊണ്ടാവാം രാവിലെ കൃഷ് നേരത്തെ എഴുന്നേറ്റത്. ഈ പില്ലോയ്ക്ക് നിന്ന ഇത്രയും സോഫ്റ്റ്നെസ് എന്നും ചിന്തിച്ചുകൊണ്ട് കണ്ണു തുറന്നു നോക്കിയ കൃഷ്, താനിപ്പോൾ പില്ലോയിലല്ല തല വെച്ചിട്ടുള്ളത് എന്നറിഞ്ഞപ്പോൾ എൻ്റെ സിബനെ ഇതേതാ ജില്ല എന്നും പറഞ്ഞുകൊണ്ട് തല ചെരിച്ചു വന്ന് നോക്കി. അപ്പോഴാണ് താൻ നന്ദുവിൻ്റെ മാറോട് ചേർന്ന് കിടപ്പാണ് എന്നറിയുന്നത്. ഒരു നിമിഷം അവൻ തറഞ്ഞു പോയിരുന്നു. താനെങ്ങനെ അവളുടെ നെഞ്ചിലെത്തി? ഞാനിനി ബോധമില്ലാതെ ബലമായി? ആയിരിക്കില്ല. എന്നാൽ ഇവളെങ്ങനെ? എന്തൊക്കെയായി കൊച്ചു വീട്ടിൽ സംഭവിക്കുന്നത്? ഒരെത്തും പിടിയില്ലല്ലോ. കൃഷ് തല പുകഞ്ഞ് ചിന്തിച്ചു. ഓർമ്മകളുടെ ലോഡിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതും കൃഷിന് ഏകദേശം ധാരണ കിട്ടി. പനിച്ചു വരച്ച തന്നെ അവൾ പുതപ്പിച്ചതും നെറ്റിയിൽ തുണി നനച്ചു വെച്ചതും തന്നെ കെട്ടിപ്പിടിച്ചു കിടന്നതും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞപ്പോൾ ആദ്യം ഒരു ഞെട്ടലും പിന്നീട് അതൊരു പുഞ്ചിരിയായി അവൻ്റെ ചുണ്ടിലും മുട്ടിട്ടു. അവളിൽ നിന്ന് അടർന്നു മാറാൻ മനസ്സ് വിസമ്മതിക്കുന്നത് പോലെ. എന്തൊരു കെയറിങ്ങായി പെണ്ണ്. അവളുടെ കുഞ്ഞു മുഖത്തൂടെ കണ്ണോടിക്കുന്നതിനിടയിൽ അവൻ ചിന്തിച്ചു, ഈ പെണ്ണിന് ഇത്രയും സ്വന്തനുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അതെങ്ങനെയാ കാണാ? എൻ്റെ കണ്ണിന് തിമിരം ബാധിച്ചിരിക്കുമായിരുന്നല്ലോ. കൃഷ് ഓരോന്ന് ചിന്തിക്കുന്നതിനിടയിലാണ് നന്ദു എഴുന്നേൽക്കുന്നത് പോലെ തോന്നിയത്. അവനൊന്നും അറിയാത്ത പോലെ കണ്ണടച്ചു കിടന്നു. നന്ദു എഴുന്നേൽക്കുന്നതും തൻ്റെ നെറ്റിയിൽ തൊട്ടു നോക്കുന്നതും തന്നെ ശരിക്കും പുതപ്പിക്കുന്നതും അവൻ ആസ്വദിച്ചു കിടന്നു. ഒരു പുതിയ കൃഷിയായിട്ടാണ് അന്ന് അവൻ എഴുന്നേറ്റത്. പതിവിലധികം ഉത്സാഹത്തോടെ അവൻ കോളേജിൽ പോകാൻ റെഡിയായി. മാഗസിൻ പ്രകാശനാണല്ലോ. കൃഷ് കോസ്റ്റ്യൂം ഒന്ന് മാറ്റി പിടിച്ചു. കസവും മുണ്ടും ബ്രൗൺ കളർ ഫുൾ സ്ലീവ് ഷർട്ട്, അതിൽ മാച്ചാവുന്ന ഫോർമൽ ഷൂസ്. ഒരു കൈ വാച്ച്, മറ്റേ കൈയിൽ ഇടിവള. വാച്ച് കെട്ടിയ കയ്യിലെ മിഡിൽ ഫിംഗറിൽ ഒരു റിങ്ങും ഉണ്ട്. പോരാഞ്ഞ് കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടുണ്ട്. മുറിയിൽ നിന്നും ഇറങ്ങി വന്ന കൃഷിൻ്റെ ആ സ്റ്റൈലൻ എൻട്രി കണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന നന്ദു ഒരു നിമിഷം സ്റ്റാച്ചു ആയി വല്ലാത്ത ഭാവത്തിൽ ഒന്ന് നോക്കിപ്പോയി. ഓ മൈ ഗോഡ് കൃഷ്, നിന്റെ ഈ മലയാളി മംഗൽ ലുക്ക് പൊളിച്ചുട്ടോ. നന്ദുവിന് പറയാതിരിക്കാനായില്ല. താങ്ക് യു കൃഷ് അവൾക്ക് ഓപ്പോസിറ്റുള്ള ചെയറിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. നിന്റെ ഈ ഡ്രസ്സിങ് സെൻസിനെ ഞാൻ ഫുൾ മാർക്ക് തരൂ കേട്ടോ. ഇന്നലെ പനി വന്ന് വരച്ച ചെക്കനാണെന്ന് ആരെങ്കിലും പറയോ? നന്ദു തൻ്റെ കഴിപ്പ് തുടർന്നുകൊണ്ട് പറഞ്ഞു. ഇരുവരും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു വീടും പൂട്ടിയിറങ്ങി. യാത്രക്കിടയിൽ ഇരുവരും മൗനത്തെ കൂട്ടുപിടിച്ചുവെങ്കിലും ഇരുവരുടെയും മനസ്സ് തലേ ദിവസത്തെ ഓർമ്മകളിലേക്ക് അവർ പോലും അറിയാതെ പിന്നെയും സഞ്ചരിച്ചു. 10:30 മണിക്കായിരുന്നു മാഗസിൻ പ്രകാശന ചടങ്ങ് നടക്കുന്നത്. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ സാഹിത്യ സൃഷ്ടികളായിരുന്നു ഇതളുകൾ എന്ന മാഗസിൻ്റെ ഉള്ളടക്കം. വേദിയിൽ പ്രിൻസിപ്പൽ രാംദാസ് സാറും വൈസ് പ്രിൻസിപ്പൽ ഉമാദേവി മാമും സ്റ്റാഫ് അഡ്വൈസർ ഷമീർ സാറും ഉണ്ട്. ഒപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമാരും അവരവരുടെ സ്ഥാനത്തുണ്ട്.